ആര്യടൻ ഷൗക്കത്തെ ജയിക്കുള്ളൂ. സ്വരാജ് നാട്ടുകാരനല്ല, എറണാകുളംകാരനാ. PV അൻവർ അദ്ദേഹം എങ്ങനെയുണ്ട്? അവരെ കുറിച്ച് അറിയില്ല. അവര് നല്ലപോലെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ 2 പാർട്ടിയിലും ഇല്ല. കുറ്റം പറഞ്ഞിട്ട് കാല് മാറി. പുള്ളി ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് ജയിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബൈ ഇലക്ഷന് ഒരു താല്പര്യവും ഇൻട്രസ്റ്റും ഇല്ല. 9 വർഷത്തോളം അൻവറോട് MLA നിന്നു, കാര്യം നടന്നില്ല. മറ്റേ 30 ജില്ല വർഷം നിന്നു, അതുകൊണ്ടും കാര്യങ്ങൾ നടന്നൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനം പറയാനൊന്നുമില്ല. നമസ്കാരം. നിലമ്പൂർ മണ്ഡലത്തിൽ ഇങ്ങനെ പ്രചരണ ചൂട് കൊഴുക്കുകയാണ്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും വലിയ ആവേശമാണ് ഇപ്പോൾ മുന്നണികൾക്കുള്ളത്. 3 മുന്നണികളും ശക്തമായ ഒരു പ്രചരണ പ്രവർത്തനമാണ് നടത്തി വരുന്നത്. ഇതിൽ ആര് ജയിക്കും? LDF ഓ UDF ഓ അതോ NDA യോ അതുമാത്രമല്ല അല്ലെങ്കിൽ PV അൻവറോ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെയാണ് മുന്നേറുന്നത്. അതോടൊപ്പം തന്നെ വിവാദങ്ങളൊക്കെ നടത്തിയുള്ളൊരു പ്രചരണമാണ് ഇപ്പോൾ മുന്നേറുന്നത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ പഞ്ചായത്തിലെ എടക്കര പഞ്ചായത്തിലാണ്. ഒരു ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ യാത്രക്കാരോട് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. ആര് ജയിക്കും? സ്വരാജ്. ഇവിടെ ആരാണ്? എന്താണ് പറയാനുള്ളത്? ആര്യടൻ ഷൗക്കത്തെ ജയിക്കുള്ളൂ. സ്വരാജ് നാട്ടുകാരനല്ല, എറണാകുളംകാരനാ. ഇന്നലത്തെ വരെ ഞങ്ങളൊക്കെ വർക്കിലായിരുന്നു. അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് എപ്പോ വേണേലും കയറി ചെല്ലാം. ഈ ബസ് അങ്ങോട്ടാണ് പോകുന്നത്? ഈ ബസ് പോത്തുകല്ലിലേക്ക്. അവിടെ വികസനമൊക്കെ ഉണ്ടോ ആ നാട്ടില്? നല്ലപോലെ ഉണ്ട്. നിലവിലെ MLA ഉണ്ടല്ലോ PV അൻവർ, അദ്ദേഹം എങ്ങനെയുണ്ട്? അവരെ കുറിച്ച് അറിയില്ല. അവര് നല്ലപോലെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ 2 പാർട്ടിയിലും ഇല്ല. കുറ്റം പറഞ്ഞിട്ട് കാല് മാറി. സ്വരാജ് ഉഷാറാണ്, എല്ലാ കാര്യത്തിലും ഉഷാറാണ് സ്വരാജ്. സ്വരാജ് ജയിക്കും. 3 മുന്നണികളുടെയും പ്രചരണമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയം മാത്രമാവില്ല എല്ലാ ജനങ്ങളും സംസാരിക്കലും ചെയ്യലും. അപ്പോൾ സ്വരാജ് എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂപ്പര് ഇവിടുത്തെ നാട്ടുകാരനാണ്, ഇവിടെ പാർത്തോമസ് കോളേജിൽ പഠിച്ച ആളാണ്, ഒക്കെ ശരിയാണ് കൂടി. പക്ഷേ മൂപ്പര് സ്വരാജ് എന്ന് പറഞ്ഞ ആ വ്യക്തിൻ്റെ ആ ഒരു ഇതിനാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. PV അൻവർ LDF മാറിയില്ല, അപ്പോൾ അതിനെ ബാധിക്കുമോ? PV അൻവറിന് LDF മാറിയുള്ളൂ എന്ന് പറഞ്ഞാൽ മൂപ്പര് സ്വന്തം കാര്യം ശരിയാക്കാൻ വേണ്ടി മാറിയതാവും. പക്ഷേ LDF ഇപ്പോഴും ഭരിക്കുന്നുണ്ടല്ലോ ഇവിടെ. LDF ഇവിടെ എല്ലാ മനുഷ്യന്മാരും ഭരിക്കുന്നുണ്ടല്ലോ. മൂപ്പർക്ക് എന്തെങ്കിലും കാര്യസാഹചര്യം മാറിയതാണോ ഇനി ജനങ്ങൾ നന്നാക്കാൻ വേണ്ടി മാറിയതാണോ എന്നുള്ളത് അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. നമ്മൾ നാട്ടുകാരനാണ്. പിന്നെ മൂപ്പര് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാർ മൂപ്പര് സപ്പോർട്ട് ചെയ്യും. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. നാട്ടുകാർക്ക് നല്ല മൂപ്പര് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? LDF വികസനങ്ങൾ ഇല്ലാന്ന് പറയാനൊന്നും പറ്റൂല. എന്നാലും പൊതുവെ ഉണ്ട്. എന്നാൽ പക്ഷേ പൂർണ്ണമായിട്ട് പോരാ. UDF സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? UDF സ്ഥാനാർത്ഥി നമ്മളെ ഇവിടുത്തെ നാട്ടുകാരാണ്. ആര്യടൻ ഷൗക്കത്താണ്, പാരമ്പര്യമുള്ള ആളാണ്. പുള്ളി ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് ജയിക്കും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇനി അടുത്ത ഇലക്ഷൻ വരാൻ. അപ്പോൾ ഇപ്പോൾ ജനങ്ങളെ ഇതിലേക്ക് തള്ളിയിട്ട് ഒരാവശ്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യമില്ല ഇപ്പോഴത്തെ ഈ ഒരു വോട്ടിങ്ങിന്. നോർമലി നമുക്ക് വോട്ടിങ്ങിന് താല്പര്യമില്ലാത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ വോട്ടിങ്ങിന് നമുക്ക് താല്പര്യമില്ല. ഇലക്ഷൻ വന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഉദ്ദേശിക്കാതെ വന്നിട്ട് ജനങ്ങളുടെ പൈസയാണല്ലോ ഇത് ഇൻവെസ്റ്റ് ചെയ്യണത്. അവരെ പേഴ്സണൽ പൈസ ഉണ്ടാവാം, പക്ഷേ ജനങ്ങളുടെ നികുതിൻ്റെ പൈസയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിനോട് നമുക്ക് താല്പര്യമില്ല. ഈ ഒരു വർഷത്തിന് ഇനി അടുത്ത ഒരു 8 മാസം കഴിഞ്ഞ് ചില പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ വീണ്ടും ഒരു ഇലക്ഷനായി. അപ്പോൾ നമുക്ക് PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ്. അതിനെ നിങ്ങൾ യോജിക്കുന്നില്ല? ഇല്ല, യോജിക്കുന്നില്ല. ആ സ്വന്തം പാർട്ടിയിനൊപ്പം കൂട്ടി പിന്നെ അതിന് ഒഴിവായി വന്നു എന്നൊരു അർത്ഥമല്ല. ജനങ്ങളുടെ പൈസനെ വീണ്ടും ഇതിലേക്ക് ചിലവാക്കുക. രാജിവെക്കാൻ വേണ്ടി ഉയർത്തിയ കാരണങ്ങളൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാറൊക്കെ അതൊക്കെ അറിയാം. അതൊന്നും ഇപ്പോൾ അതെ, അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്ററുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബൈ ഇലക്ഷന് ഒരു താല്പര്യവും ഇൻട്രസ്റ്റും ഇല്ല. ഭയങ്കര പ്രചരണങ്ങളൊക്കെയാണ് എല്ലാ മുന്നണികളും നടത്തായിക്കോട്ടെ. ഇപ്പോൾ ഇഷ്ടംപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചിലവാക്കുന്നു. ഒരു ഇഷ്ടംപോലെ പരസ്യം വിടുന്നില്ല, ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യം, അത്രേ ഉള്ളൂ. നിലമ്പൂർ ഒരു ചെറിയ മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതൊക്കെ വികസനങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഒരുപാട് മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വികസനം എവിടെ ഉണ്ടായി? ഇപ്പോൾ നമുക്ക് ബൈപ്പാസ് വന്നു, പാസ്സായി കിടക്കേണ്ടതെന്ന് അല്ലാതെ ബൈപ്പാസിന് എന്തെങ്കിലും ഒരു മെറ്റൽ പോലും ഇട്ടിട്ടില്ല. ഭൂമി ഏറ്റെടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുക, അതിന് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്ത് പിന്നെ 9 വർഷത്തോളം അൻവറോട് MLA നിന്നു, കാര്യം നടന്നില്ല. മറ്റേ 30 ജില്ല വർഷം നിന്നു, അതുകൊണ്ടും കാര്യങ്ങൾ നടന്നൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനം പറയാനൊന്നുമില്ല. അവരാണ് പ്രചരണത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. എന്താണ് LDF സർക്കാരിന്റെ കഴിഞ്ഞ തവണകളിലെ ഭരണം ഒക്കെ നമ്മൾ അത് മുൻകൈ എടുത്താണോ പറയുന്നത്? മോശമാണ്, പക്ഷേ സ്വരാജ് ജയിക്കണമെന്നാണ്. പൊതുവെ പിണറായി സർക്കാരിന്റെ ഭരണം മോശമാണ്. സ്വരാജ് എന്ന് പറയുമ്പോൾ അത് യുവാക്കളുടെയൊക്കെ ഒരു പ്രതിനിധി എന്ന നിലയിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണോ?
ആ. എന്താണ് അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാറ്? എല്ലാരും നല്ലതാണ് പറയണത്. നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേന് അങ്ങനെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ഉം. പക്ഷെ നമുക്ക് ഈ ആര്യടൻ അദ്ദേഹത്തിനെ അറിയാവുന്നതല്ലേ? നമുക്ക് അശോകത്തിനെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയല്ലേ? ആ.